ഹായ് ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു നൈറ്റ് റൂട്ടീൻ ആയാലോ? അപ്പോൾ നമുക്ക് കിടന്നാലെന്തേ? അപ്പോൾ നാളത്തേക്ക് ആവശ്യമായിട്ടുള്ള ചോറിനുള്ള അരിയാണ് ഞാൻ ഈ ഒരു കഴിക്കൊണ്ടിരിക്കുന്നത്. അതിന് നന്നായിട്ട് ഒരു 4-5 വെള്ളത്തിലൊക്കെ കഴുകിയതിന് ശേഷം അത് തിളയ്ക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം അടുപ്പിൽ വെക്കുകയാണ്. അവ ഒന്ന് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമുക്ക് വേറൊരു കാര്യം ചെയ്യാം. നാളെ ഞാനൊരു ചിക്കൻ ഫ്രൈ തയ്യാറാക്കുന്നുണ്ട് രാവിലെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചിക്കനും ആവശ്യത്തിന് ഒരു കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഗരം മസാലയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയും നമുക്ക് എന്തൊക്കെ ആവശ്യമുണ്ട് അതൊക്കെ അങ്ങോട്ട് ഇടുക. അത് കഴിഞ്ഞതിന് ശേഷം ലേശം ഉപ്പും കൂടി ഇട്ടതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് ഇവനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ മിക്സ് ചെയ്ത് റെഡിയാക്കി വയ്ക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. ഇത് കണ്ടോ, ഞാൻ കാണിക്കുന്നുണ്ട്. എന്താ രസമല്ലേ? അത് കഴിഞ്ഞതിന് ശേഷം അതങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് തിളച്ച വെള്ളത്തിലേക്ക് ഞാൻ മാറ്റി വെച്ചിരുന്ന അരിയെ എടുത്തിടുകയാണ് ചെയ്തത്. ഇങ്ങനൊരു പാത്രം വയ്ക്കും, എന്തിനാണെന്ന് എനിക്കറിയില്ല. പിന്നെ അവിടെ അങ്ങ് ഇരിക്കട്ടെ, തിളച്ച് തൂവി കളയാനിരിക്കാനായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിനി കട്ടിങ് സെക്ഷനിലേക്ക് കിടക്കാം. ഇന്നത്തെ കട്ടിങ് എന്ന് പറയുന്നത് ബീട്രൂട്ടും സാലഡിന് ആവശ്യമായിട്ടുള്ള കുക്കുംബറും ക്യാരറ്റുമാണ്. ആയുധങ്ങളെല്ലാം റെഡിയാണ്. ഫസ്റ്റ് സേഫ്റ്റി, അതിന് വേണ്ടിയിട്ടുള്ളത് റെഡിയാക്കി കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? കട്ടിങ്ങിലേക്ക് കിടക്കാം. അങ്ങനെ ക്യാരറ്റും കുക്കുംബറും ആദ്യം തന്നെ ക്ലീൻ ചെയ്ത് വെച്ചതിന് ശേഷം അതിനെ കട്ട് ചെയ്തിട്ട് 2 പേർക്കും കൊണ്ടുപോകാൻ ആവശ്യമായിട്ടുള്ള രീതിയിൽ ഞാൻ അപ്പോൾ തന്നെ പാക്ക് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ് നാളെ ഒരു തോരൻ ഉണ്ടാക്കുന്നുണ്ട്, ബീട്രൂട്ട് തോരനാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ബീട്രൂട്ട് എടുത്തതിന് ശേഷം അതിനെ കട്ട് ചെയ്യുകയാണ്. ഈ ചോപ്പർ എന്ത് ഉപയോഗമെന്നറിയോ? എനിക്ക് ഭയങ്കര ഈസിയാണ് കേട്ടോ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട്. അത് കഴിഞ്ഞതിന് ശേഷം എല്ലാം റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ എന്തൊക്കെയാണ് ബീട്രൂട്ട് തോരന് ആവശ്യമായിട്ടുള്ള ബീട്രൂട്ടും സാലഡും ചിക്കൻ ഫ്രൈക്ക് ആവശ്യമായിട്ടുള്ള പെരട്ടും റെഡി ആയിട്ടുണ്ട്, സെറ്റായിട്ടുണ്ട്. അപ്പോഴത്തേക്കും ആരും റെഡിയായി, നമ്മുടെ ചോറ് റെഡിയായി. എന്നിട്ട് നമുക്കിതിനെ ചൂടാറാ പെട്ടിയിലേക്ക് മാറ്റി വയ്ക്കാം. നാളെ കാര്യം സിമ്പിൾ. അപ്പോൾ ഓൾ സെറ്റല്ലേ? താങ്ക് യു, ബൈ.